വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം നാളെ വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളെല്ലാം ഒതുക്കാനുണ്ട്. അപ്പോൾ പതിവ് പോലെ രാവിലെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വെക്കാനായിട്ട് എന്തായാലും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. കാരണം ഇന്ന് പോകും നാളെ പോകുമെന്ന് വിചാരിച്ച് ഏപ്രിൽ മുതൽ വിചാരിക്കുന്നുണ്ട് വീട്ടിൽ പോകണമെന്ന്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചൊരു തലേ ദിവസത്തെ ഉരുളക്കിഴങ്ങ് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫില്ലിംഗ് ആയിട്ട് ഒരു മസാല ദോശ ശരിയാക്കാം രാവിലെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഉഴുന്ന് താളിച്ചിടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ഒരു തല്ലിക്കൂട്ട് സാമ്പാറും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിപ്പ് പൊന്തി വരാതിരിക്കാനാണ് ഈ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പരിപ്പ് കാണാനേ പാടില്ല സാമ്പാറിൽ, നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഉടച്ചിട്ട് ഉള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സങ്കടം എന്താ വെച്ചാൽ സാമ്പാർ പൊടിയും തീർന്നിരിക്കുവാണ്. പിന്നെ കറിവേപ്പിലയും ഇല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം കറി എന്തായാലും താളിക്കുമ്പോൾ ഒരു കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ വരുമ്പോഴല്ലേ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ദാ എന്തായാലും ഈ ഫില്ലിംഗ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒരു മസാല ദോശ പോലെ ആക്കി ആ ഒരു സാമ്പാറും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ പോയി കടയിൽ പോയിട്ട് കുറച്ച് ചിക്കനും വാങ്ങിച്ചു. പിന്നെ ഫ്രൈഡ് റൈസിനുള്ള അരിയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും കറി ആവുകയാണെങ്കിൽ രാത്രിയും കൂടി ആ കറി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഉള്ള ചിക്കൻ ഇനി വെച്ചിട്ട് പോകാൻ എന്തായാലും പറ്റില്ലല്ലോ. കാരണം വീട്ടിലോട്ട് പോവല്ലേ. ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ദാ കുറച്ച് ചിക്കൻ എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളത് കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം കുറേ ജോലി വരുവാണെങ്കിലും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്നുള്ളൊരിതായിരുന്നു. നമ്മൾ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും ഈ ഒരു ദിവസമല്ലേ. കാരണം സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം ത്രില്ലിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ സ്പീഡിൽ ജോലിയെല്ലാം തീർക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കുറേ ബഹളം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ സവാള നൈസായിട്ട് അരിയാനായിട്ട് ഈ ഒരു മിക്സി നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ കുട്ടികളെന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് തന്നായിരുന്നു. അതുകൂടി കുടിച്ചിട്ട് കുറച്ചൊരു എനർജി കിട്ടി. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ നെയ്ച്ചോറ് ആ ഒരു കുക്കറിൽ തന്നെയാണ് ആക്കുന്നത്. ഇനിയിപ്പോൾ ഈ കുക്കർ കാലിയായിട്ട് വേണം എനിക്ക് കറി കൂടി വെക്കാൻ വേണ്ടി. അപ്പോൾ കറി കുക്കറിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയം കൊണ്ട് ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ ദാ ചോറ് ശരിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ കുക്കറിൽ തന്നെ ആ ഒരു ചിക്കൻ കറിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം കുക്കർ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ. ഇനിയിപ്പോൾ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുത്ത് ചിക്കനും കൂടി ചേർത്ത് ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇടാമെന്ന് വിചാരിച്ചു. കാരണം രാത്രിത്തേക്കും കൂടി ഒരു കറി എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ കുറച്ചൊരു തിക്ക് ഗ്രേവിയോട് കൂടി എടുത്താൽ രാത്രിയും കൂടി ആവല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ദാ 2 കപ്പ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാനും വെച്ചു. പിന്നെ പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകിയെടുക്കലാണ് കേട്ടോ. കാരണം ഒന്നാമത് സ്പേസ് കുറവാണ്. പിന്നെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ജോലി തീർക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ വിളമ്പുന്നതിൻ്റെ ഇടയിൽ മോനെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് അങ്ങനെ തന്നെ താഴെ ഇട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ ദേഷ്യത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അതെല്ലാം തുടച്ചൊക്കെ എടുത്തു. മോനാണെങ്കിലോ പിണങ്ങിയിരിക്കുമായിരുന്നു എൻ്റെ അടുത്ത്. ഈ ജോലി കൂടുതലുള്ള ദിവസം മെനക്കെട്ട ജോലി എന്തെങ്കിലും നമുക്ക് വരുമല്ലോ. അപ്പോൾ ആ ഒരു ചോറ് മൊത്തം താഴെ ഇട്ടായിരുന്നു കേട്ടോ. പിണങ്ങിയല്ലേ, ചോറ് മുഴുവനും കൊണ്ടേ കളഞ്ഞു. പിന്നെ തിരക്ക് പിടിച്ച കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിൻ്റെ കുറേ ഡ്രസ്സൊക്കെ മുഷിഞ്ഞെടുക്കുമായിരുന്നു. അതിപ്പോൾ 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് ഞാൻ കഴുകിയൊക്കെ എടുത്ത് ഉണക്കി. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ പോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ആദ്യം ഒതുക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീട്ടിലിടാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ടുപോകാറില്ല. അവിടെ പോകുമ്പോൾ സിസ്റ്ററിൻ്റെ ഡ്രസ്സോ അല്ലെങ്കിൽ മമ്മിയുടെ നൈറ്റോ അതൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ കുട്ടികൾ അവരുടെ ഡ്രസ്സ് അവർ തന്നെ ഒതുക്കി വെച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം അവരെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ ഒരു ബാഗിൽ പുറത്തിടാനുള്ള ഡ്രസ്സ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ആ ഒരു വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വേറൊരു ബാഗിലോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ 4:45 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ കുട്ടികളെ ഉണർത്തി അവർ ബ്രഷൊക്കെ ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ ലഗേജും കൊണ്ടൊക്കെ താഴത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേസ്റ്റ് എല്ലാം കൊണ്ട് കളയാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ബാഗൊക്കെ ഇതിലോട്ട് കയറ്റി വെക്കലാണ്. അപ്പോൾ ഏകദേശം ടൈം 5:15 ആയിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ ദാ കൊല്ലത്തുനിന്ന് രാവിലെ തന്നെ തിരിക്കാൻ കാരണം തന്നെ വൈറ്റിലെത്തുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. കാരണം അവിടുത്തെ ബ്ലോക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലുകളിൽ ഒന്നായി മാറുകയാണ് കേട്ടോ വൈറ്റില മൊബിലിറ്റി ഹബ്ബ്. ഇതിന് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത് 2010 ജൂൺ 7 ആ ഒരു തറക്കല്ലൊക്കെ ഇട്ടത്. അപ്പോൾ ഇത് പൊതു ഗതാഗത മാർഗ്ഗങ്ങളും ഷോപ്പിങ്ങും ഹോസ്പിറ്റാലിറ്റി എന്നിവയെല്ലാം സംയോജിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ആ ഒരു മേൽപ്പാലത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് 2017 അപ്പോൾ ഞങ്ങൾ എന്തായാലും എടപ്പള്ളി എത്തി. അവിടെ എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന കാര്യം എന്തായാലും വീട്ടിൽ സർപ്രൈസ് ആയിരുന്നു. രാവിലെ തന്നെ എത്തുമെന്നുള്ള കാര്യമൊന്നും ആർക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എത്തിയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോവുകയാണെങ്കിലും നമുക്ക് മിസ് ചെയ്യുന്ന ഒരേ ഒരു ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അമ്മ വയ്ക്കുന്ന ആ ഒരു പാചകമാണ്. അപ്പോൾ ചക്കക്കുരു ആ ഒരു പിന്നെ ചെമ്മീനിട്ട് വെച്ച കറി, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ അച്ചാർ, അച്ചിങ്ങ മെഴുക്കുവരട്ടി, പിന്നെന്താ നെമ്മീനുണ്ടല്ലോ അത് നല്ല വറ്റിച്ച് വെച്ചത്, പിന്നെ മീൻ പൊരിച്ചത്. ഇതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. ഒരു നൊസ്റ്റാളജിക് ഫീലായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ കഴിച്ചപ്പോൾ. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് മറൈൻ ഡ്രൈവിലോട്ടൊക്കെ ഇറങ്ങിയായിരുന്നു. പിന്നെ രാത്രിയിലത്തെ ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചത്. ഞാനൊരു ഷവർമയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞാനല്ല എൻ്റെ വീഡിയോസിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബസ് ടെർമിനലുകളിൽ ഒന്നായി മാറുന്നത് ഏതാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതിന് തറക്കല്ലിട്ട വർഷം ഏതാണ്? അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.